അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമ്മൾ ഈ ഗപ്പികളും പ്ലാറ്റുകളും കിടക്കുന്ന ഈ ഒരു ടാങ്കിലത്തെ വാട്ടർ ചേഞ്ച് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള PVC സൈഫൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഈ ടാങ്കിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഓൾറെഡി ഒരെണ്ണം ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കാം. 2 ടാങ്കിലേക്കുള്ളത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി, നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാർ പോർച്ചിൽ എടുക്കുന്ന ജയൻറ്റ് ഗൗരാമിയുടെ ടാങ്കിലേക്ക് നമ്മൾ ഒരെണ്ണം കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളുടെ ടാങ്കിലേക്ക് നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടീഷനായിട്ട് കിടക്കുന്ന ഒരു ടാങ്കാണ്. നല്ല രീതിയിൽ ആൽഗെ കാര്യങ്ങളൊക്കെ വന്നിട്ട് വെള്ളം അങ്ങനെ മോശമായിട്ടില്ല. അടിഭാഗത്ത് കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അത് ആൽഗെ ആയിട്ട് മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു സൈഫൺ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം കളയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 50% കളഞ്ഞിട്ട് പിന്നെ നമുക്ക് റീഫിൽ ചെയ്ത് കൊടുക്കാം. ആൽഗെ വാട്ടർ ഫുള്ളായിട്ട് കളയാനൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഈ മീനുകൾക്ക് അതാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഗപ്പികൾക്കും പ്ലാറ്റുകൾക്കൊക്കെ എപ്പോഴും ആൽഗെ വാട്ടർ കൊടുക്കുന്നതാണ് നല്ലത്. മാത്രമല്ല ഇതിനകത്ത് കുഞ്ഞുങ്ങളും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നില്ല. കാരണം ടെമ്പറേച്ചറിൻ്റെയൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 50% മാക്സിമം നമ്മൾ കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു PVC സൈഫൺ. ഈ ഒരു ടാങ്കിൻ്റെ അളവ് എടുത്തിട്ട് പിന്നെ ഈ സൈഫിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കിതുപോലെ ഹാൻഡ്സ് ഫ്രീ ആയിട്ട് സ്റ്റാൻഡ് പോലെ വെച്ച് കൊടുക്കാം വെള്ളം നിറച്ചതിന് ശേഷം. ഈ എൽബോയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ അഴിച്ച് മാറ്റിയിട്ട് യു ഷേപ്പിൽ കാണുന്ന സൈഫൺ നമ്മൾ ടാങ്കിലേക്ക് മുക്കി വെള്ളം നിറച്ചതിന് ശേഷം വെച്ച് കൊടുക്കുക. വെള്ളം പോയി തുടങ്ങിയതിന് ശേഷം ഈ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ T സെക്ഷൻ നമ്മൾ എൽബോയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം ഇങ്ങനെയാണ് വരിക നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ. ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടില്ല, നമ്മൾ ജസ്റ്റ് വെച്ച് കാണിക്കുകയാണ്. വെള്ളം പോയി തുടങ്ങുമ്പോൾ അത് ഫേം ആയിട്ട് ഇതുപോലെ തന്നെ ഇരുന്നോളും. വെള്ളം കുറച്ച് നമുക്കൊന്ന് സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അഴുക്ക് പൊങ്ങി ആ ഒരു T ജോയിൻറ്റ് വഴി അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് പൊക്കോളും. വലിയ ടാങ്കുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ജസ്റ്റ് വെള്ളം ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വലിയ മീനുകളാണെങ്കിൽ വലിയ പ്രശ്നമില്ല. വെള്ളം കുറച്ചൊന്ന് സർക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അഴുക്കൊക്കെ സെൻറ്റർ ഭാഗത്തേക്ക് വന്നോളും. എന്നിട്ട് T ജോയിൻറ്റുകൾ വഴി വെള്ളം പുറത്തേക്ക് പൊക്കോളും. ഇതിൽ നമുക്ക് അങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് കൊടുത്ത് ഒരു ഫോഴ്സ് ചെയ്ത് ഒരു സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇതിനകത്ത് കിടക്കുന്നത് ഗപ്പികൾ പോലുള്ള ചെറിയ മീനുകളും അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മീനുകൾക്കൊരു ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ ഇതുപോലെ ചെറിയ മീനുകളൊക്കെ കിടക്കുന്ന ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആഴ്ചയിൽ നമ്മൾ 25% വെള്ളം സ്ഥിരമായിട്ട് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് അടിഞ്ഞു കൂടുന്ന അഴുക്കിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. വലിയ മീനുകൾക്ക് ഇതുപോലെ നെറ്റൊന്നും കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഗപ്പി പോലുള്ള മീനുകളും കുഞ്ഞുങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ T ജോയിൻറ്റ് രണ്ടും നെറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഉൾഭാഗത്ത് വയ്ക്കുന്ന ഭാഗം, അതുപോലെ പുറത്തേക്ക് പോകുന്ന ഔട്ട്ലെറ്റിൻ്റെ അവിടെയും നമ്മൾ ഈ ഒരു നെറ്റ് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ചെറിയ മീനുകൾ കിടക്കുന്ന ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ജസ്റ്റ് ഇതേപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് പഴയ നെറ്റ് വല്ലതുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. നെറ്റ് കെട്ടി കൊടുക്കുമ്പോൾ വാട്ടർ ഫ്ലോ ചെറിയ രീതിയിൽ കുറയാറുണ്ട്. അതുപോലെ തന്നെ അഴുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും വെള്ളത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് വന്ന് ബ്ലോക്ക് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ മീനുകളാകുമ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, നെറ്റ് കെട്ടി കൊടുത്തേ പറ്റൂ. മുമ്പ് ചെയ്ത ടാങ്കുകളിലൊന്നും നമ്മൾ ചെയ്തില്ല, കാരണം വലിയ മീനുകളായിരുന്നു. അവർക്കൊന്നും നെറ്റ് കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, വെള്ളം അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വരുന്നത്. നെറ്റ് കെട്ടാതെയാണ് നമ്മൾ വെച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല തള്ളിച്ചയിൽ വെള്ളം പുറത്തേക്ക് വരും. ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടാങ്കിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു നെറ്റിൽ ബ്ലോക്ക് ആവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നെറ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ നെറ്റിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കൈയിട്ടൊന്ന് തട്ടി കൊടുത്താലും മതി. ഈ പൂപ്പൽ പോലെ എന്തെങ്കിലും വന്നിരുന്ന് ബ്ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടുമ്പോൾ അത് പൊക്കോളും. അല്ല വേറെ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നെറ്റ് ഊരി അത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ചെറിയ ടാങ്കിലേക്കും കസ്റ്റമൈസ് ചെയ്ത് ചെറിയൊരു സൈഫൺ ഉണ്ടാക്കി. ഈ ഒരു വേനൽക്കാലത്ത് ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കുകളിലെല്ലാം മഴക്കാലത്ത് വെള്ളം ഓട്ടോമാറ്റിക്കായി സൈക്കിൾ ചെയ്ത് പോകും. അതിനകത്ത് ഓവർഫ്ലോ സൈഫൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഇപ്പോൾ ഫെബ്രുവരി ആയി, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചൂടുകാലമാണ്. ചൂടുകാലത്ത് നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്, വെള്ളം വറ്റി പോവുകയാണ് ചെയ്യുന്നത്. പല ടാങ്കുകളിലും വളരെ ഫാസ്റ്റായിട്ട് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് വറ്റി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ വെള്ളത്തിലുള്ള ടോക്സിൻസും കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് വറ്റിപ്പോകുമ്പോൾ അത് നമ്മൾ അങ്ങനെ വല്ലാതെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് നിൽക്കരുത്. അതിനനുസരിച്ച് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടാങ്കിൻ്റെ അടിഭാഗം ഇതേപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു 25% വെച്ച് വെള്ളം മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ ക്ലീനായി പൊക്കോളും. മറ്റ് ടാങ്കുകളിലൊക്കെ വലിയ മീനുകൾ കിടക്കുന്ന ടാങ്കുകളിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പമ്പ് ചെയ്തിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ടാങ്കിൽ നമുക്ക് അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല ചെറിയ മീനുകളായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 25% വെള്ളം മാറ്റി കൊടുക്കുകയാണെങ്കിൽ, റുട്ടീനായിട്ട് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിലുള്ള അഴുക്കെല്ലാം ഓരോ വാട്ടർ ചേഞ്ചിലും പുറത്തേക്ക് പൊക്കോളും. ഒറ്റയടിക്ക് സർക്കുലേറ്റ് ചെയ്ത് മൊത്തം ക്ലീൻ ആക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ചെറിയ മീനുകളാണ്. വലിയ മീനുകളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഒറ്റയടിക്ക് തന്നെ ക്ലീൻ ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ 3 ടാങ്കിലേക്കും നമ്മളിങ്ങനെ PVC സൈഫൺ ഉണ്ടാക്കിയിട്ടുണ്ട് വാട്ടർ ചേഞ്ചിനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിലേക്കാണ്, അതാണ് നമ്മുടെ വലിയ ടാങ്ക്. ആ മെയിൻ ഔട്ട്ഡോർ ടാങ്കിലേക്കാണ് നമുക്ക് സൈഫൺ ഉണ്ടാക്കേണ്ടത്. അതിൽ നമുക്ക് പെട്ടെന്നൊന്നും വാട്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ഒരു 50% വെള്ളം മാറ്റി കൊടുത്തിട്ട് 50% ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ മെയിൻ ടാങ്കിൽ.
അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തതിന് ശേഷം പിന്നെ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ആ ഒരു ടാങ്ക് കുറേ നാളായിട്ട് നമ്മൾ വെള്ളം മാറ്റാതെ നാച്ചുറലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വെള്ളത്തിലുള്ള നല്ല ബാക്ടീരിയകളും ആൽഗയൊക്കെ നമ്മൾ നല്ല രീതിയിൽ എയറേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ വാട്ടർ ചേഞ്ച് ചെയ്യാതിരുന്നിട്ട് മീനുകൾക്ക് യാതൊരു ഇഷ്യൂവും വരാത്തത്. നാച്ചുറലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു നെറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് കോരി നോക്കിയതാണ്. ഇതിനകത്ത് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളും പ്ലാറ്റികളുമാണ് കിടക്കുന്നത്. കുറേ കുഞ്ഞുങ്ങളും ബ്രീഡായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു 50% വെള്ളമൊക്കെയാണ് മാറ്റാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് തൊട്ട് താഴെ 50% തൊട്ട് താഴേക്ക് ആയിട്ട് മാത്രമേ വെള്ളം മാറ്റി കൊടുക്കുന്നുള്ളൂ. പിന്നെ അങ്ങ് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. സൺലൈറ്റൊക്കെ ഡയറക്റ്റ് അടിക്കും. മാത്രമല്ല ചൂടും കൂടുതലാണ്. അപ്പോൾ വെള്ളം നമ്മൾ ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് സ്ട്രെസ് വരും. ഇതാകുമ്പോൾ ആൽഗയുടെ ആ ഒരു പ്രൊട്ടക്ഷനിൽ അവർ കിടന്നോളും. വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മീനുകൾക്ക് ബ്രീഡ് ആവാനൊക്കെ ഏറ്റവും നല്ലൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗ്രീൻ വാട്ടറാണ്, അല്ലെങ്കിൽ ആൽഗെ വാട്ടറാണ്. കുഞ്ഞുങ്ങൾക്ക് മാക്സിമം സർവൈവ് ചെയ്യാനും പറ്റും. അപ്പോൾ അതേ നമ്മൾ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മീനുകൾക്ക് അതേ മുകളിൽ വന്ന് നടക്കുന്നുണ്ട്. വലിയ വ്യത്യാസമൊന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. എങ്കിലും ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വെള്ളം കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട്. അടിഭാഗം ചെറുതായിട്ട് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ ആൽഗെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 50% കളഞ്ഞിട്ടും എന്നിട്ട് ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിട്ടും അതിൻ്റെ ആ ഒരു പച്ച കളറിന് അധികം കുറവ് വരാത്തത് അതുകൊണ്ടാണ്. എന്തായാലും ഈ ഒരു ചൂടുകാലത്ത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഔട്ട്ഡോർ ടാങ്കുകളാകുമ്പോൾ ഇത് സൺഷെയ്ഡിന് കീഴിലാണ് നിൽക്കുന്നത്. സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ച് ചില സമയങ്ങളിൽ ഡയറക്റ്റ് ലൈറ്റ് അടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആൽഗെ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ചൂടുകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിൽ നല്ല രീതിയിൽ എയറേഷൻ കൊടുക്കണം. പിന്നെ ഞാൻ പല വീഡിയോകളിലായിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ റീറ്റെയിൻ ചെയ്യുന്നത്, അതായത് അധിക നേരം റീറ്റെയിൻ ചെയ്യുന്നത് വെള്ളം തണുത്ത് കിടക്കുമ്പോഴാണ്. ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ വാമായിട്ട് കിടക്കുന്ന വെള്ളത്തിൽ ഓക്സിജൻ്റെ റീടെൻഷൻ കുറവായിരിക്കും. അതുകൊണ്ട് ടാങ്കുകളിലൊക്കെ എയറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ രാവിലെ ടൈമിൽ ഇതേപോലുള്ള ആൽഗെ വാട്ടറുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വെള്ളത്തിലേക്ക് ഈ ആൽഗെ തന്നെ ഡിസോൾവ്ഡ് ഓക്സിജൻ സപ്ലൈ ചെയ്യാറുണ്ട് നല്ല രീതിയിൽ. പക്ഷേ മീനുകളുടെ എണ്ണമൊക്കെ കൂടുതൽ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രാത്രി എയറേഷൻ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ ആൽഗെ എന്ന് പറയുന്ന സംഭവം 24 മണിക്കൂറും ശ്വസിക്കുന്നുണ്ട്. രാത്രി സമയത്ത് ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, പക്ഷേ ഈ ആൽഗെ റെസ്പിറേഷൻ ചെയ്യുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മീനുകളുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ടാങ്കുകളിൽ രാത്രി സമയങ്ങളിൽ മസ്റ്റായിട്ടും എയറേഷൻ കൊടുക്കണമെന്ന് പറയുന്നത്. രാവിലെ ഈ പറഞ്ഞതുപോലെ ആൽഗെ വാട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കും. അതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല വോളിയത്തിൽ തന്നെ വെള്ളത്തിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യാറുണ്ട്. ഓസ്കാർ പോലുള്ള മീനുകൾക്കൊക്കെ പറ്റിയൊരു സീസണാണ്, അല്ലെങ്കിൽ വെതർ കണ്ടീഷനാണ് ഈ ഒരു ചൂടുകാലം എന്ന് പറയുന്നത്. നിങ്ങൾ ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നത് കാണാം. മറ്റ് സീസണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും മുകൾ ഭാഗത്തൊക്കെ വന്ന് നടക്കുന്നത് കാണാം. അപ്പോൾ വെള്ളത്തിലേക്ക് എയറേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ വാട്ടർ ചേഞ്ച് അല്ലെങ്കിൽ ഫിൽട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ വീക്ക്ലി വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിനായിട്ട് നമ്മൾ ഈ ചെയ്തതുപോലെ PVC സൈഫണൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. നമ്മൾ ഈ ചെയ്ത എല്ലാ ടാങ്കുകളിലേക്കും PVC സൈഫൺ ഉണ്ടാക്കാനായിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് മാക്സിമം 10 മിനിറ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് പണി വളരെ എളുപ്പത്തിൽ കഴിച്ചിട്ട് പോവാം. വാട്ടർ ചേഞ്ചും കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാക്കാം. ടാർപോളിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടാങ്കുകളിൽ, അല്ലെങ്കിൽ വെള്ളം പുറത്തേക്ക് കളയാൻ ഔട്ട്ലെറ്റ് ഒന്നും ഇല്ലാത്ത ടാങ്കുകളിൽ, അത് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ടാങ്കുകളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു PVC സൈഫൺ വളരെ യൂസ്ഫുള്ളാണ്. ഈ ടാങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 തവണ നമ്മൾ എയറേഷൻ കൊടുക്കാറുണ്ട്. നമ്മുടെ 2.5 വാട്ടിൻ്റെ സിംഗിൾ വാൾവ് എയറേറ്റർ യൂസ് ചെയ്തിട്ട് ലോവിലാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത്. ഇതിൽ ചെറിയ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഹൈയിൽ ഇട്ട് കൊടുക്കാറില്ല. അങ്ങനെ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ എയറേഷൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് വെള്ളം എപ്പോഴും നല്ല കണ്ടീഷനായിട്ടാണ് കിടക്കാറുള്ളത്. ചില ആൾക്കാർക്ക് ഈ ആൽഗെ വാട്ടർ എന്ന് പറയുന്നത് അത്ര താല്പര്യമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം മീനുകളെ കാണാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മീനുകളുടെ കംഫർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആൽഗെ വാട്ടർ പ്രിഫർ ചെയ്യുന്നത്. ഒരു 6 ഫീറ്റ് വരുന്ന ചെറിയ ടാങ്ക് 2 മീനുകൾക്കായിട്ട്, അതായത് ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾക്കും അതുപോലെ പ്ലാറ്റികൾക്കുമായിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. എപ്പോൾ നടക്കുമെന്ന് കൃത്യമായിട്ട് അറിയില്ല. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ അറിയിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.